أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون السابقون أولئك المقربون صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا من تفجرت الأنهار نابعة من إصبعيه فروا الجيش ذا العدد يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا سادة البدر السلام عليكم نرجو الغياث ونحتمي بحماكم مستيقنين بفضلكم وعلاكم فتقبلوا برضاكم رضي الله عنكم وزد عرفاننا يا الله. ബഹുമാനമുള്ള യൂസുഫ് സഖാഫി ഉസ്താദ് ബൈക്കാർ ദുആറിനിട്ട് നിങ്ങളെ ഈ സംഗമം ധന്യമാക്കി തന്ന ബഹുമാനപ്പെട്ട ഹസൻ മദനി ഉസ്താദ് കന്യാന സ്റ്റേജിലുള്ള DKSA പ്രസിഡന്റ് സദസ്സിലുള്ള സംഘടന ലീഡർമാർ സഹകാര്യകർത്താമാർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞങ്ങളെ ഈ മജ്ലിസ് ആഖിറത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് സാക്ഷാത്കരിക്കണമെന്ന മജ്ലിസ് ആയിട്ട് ഞങ്ങളുടെ മക്കളിനെ അല്ലാഹു തആല ഖബൂലാക്കി തരട്ടെ. ആമീൻ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടിട്ടും കഴിഞ്ഞ ഡിസംബർ 3 താരീഖിൽ ഞാൻ സൗദിക്ക് വന്നേ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടിട്ടു കർണാടകത്തോ ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ ಕಾರ್ಯಕರ್ತമാരുള്ളൂ ಕೊರಿಯ ಮುಸ್ಲಿಮರು ಅದರ ಗುರುತಾகவும் ಪರಿಚಯ ಆಗುವು ಅದರ ಎದುರು ದೀನಿಗೆ ಉಪಯುಕ್ತ ಆವಡಪಂತವರು ಜಂಟ ಬರ್ಕ ಚೊಲ್ಲುಗೆಂದರು ಅಲ್ಲಾಹು ತೌಫೀಕ್ ಇದನ್ನ ಅದು ಅಲ್ಲಾಹು ಕಬೂಲ್ ಆಗಿ ತರುವಾಗട്ടെ. ಆಮೀನ್. 13 ತಾರೀಖು കഴിഞ്ഞ 13 താരീഖ് GKSF ദമാം ഘടക അവിടെ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങളുടെ വലിയ സദസ്സിൽ ഒരു സഫ ഓഡിറ്റോറിയം അല്ലെ ഓഡിറ്റോറിയം അല്ലാഹു കബൂൽ ആക്കട്ടെ. ആ ഓഡിറ്റോറിയത്തിൽ ഇതുപോലത്തെ ഒരു ಕಾರ್ಯಕ್ರಮ നടന്നിട്ട് നോർത്ത് കർണാടകത്തിൽ SSF അധീനത്തിൽ ഒരു സംഘടന ഉണ്ട്. നോർത്ത് കർണാടകത്തിലുള്ള മുസ്ലിം പേരുള്ള ആത്മാർക്ക് ഇസ്ലാം ചെന്നെങ്കിൽ എന്തുകൊണ്ട് ಗೊತ್ತಿಲ್ಲ, നിസ്കാര പോവട്ടെ ഷഹാദത്ത് കലിമ ചെന്നെങ്കിൽ എന്തുകൊണ്ട് ಗೊತ್ತಿಲ್ಲ. അങ്ങനത്തെ കുറെ ആത്മാർ എല്ലാം ധാർമ്മിക സാമരസ്യ അല്ലെങ്കിൽ ഈക്വാലിറ്റി യൂണിറ്റി ചൊല്ലോ സോളിഡാരിറ്റി ചൊല്ലോ ആ തത്വത്തിൽ അവത്തರೋ മതിലിൽ സരസ്വതിയുടെ ഫോട്ടോ വെച്ചിട്ട് ഇബാദത്ത് എടുക്കിടണം, സത്യസായി ബാബയുടെ ഫോട്ടോ വെച്ചിട്ട് ആരാധന ആക്കിടണം. അങ്ങനത്തോ ഞങ്ങളുടെ ചങ്ങായിമാറും ഞങ്ങളുടെ ബാപ്പമാറും ഞങ്ങളുടെ ഉമ്മമാർക്ക് സമാനമായിട്ടുള്ള ಹಿರಿಯರ അങ്ങനത്തോ വ്യാപകമായിട്ടുള്ള ഒരു വൃന്ദ
ആ ഭാഗത്തുള്ളത് പ്രകൃതി രമണീയമായ കർണാടകത്തിൽ വാസമാക്കിയോണ്ടുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ മേല് ദീൻ പ്രചാരമാക്കോ വലിയ ഒരു കർത്തവ്യം ഉണ്ട് ചെന്നിട്ട് മനവരിക്ക് ആക്കിയോ കർണാടകത്തെ സുന്നത്ത് ജമാഅത്തെ നായകന്മാര് കാര്യകർത്തന്മാര് SSF അധീനത്തിൽ ഇഹ്സാൻ ചൊല്ല ഒരു കമ്മിറ്റി രൂപീകരണമാക്കിയിട്ട് ഇന്ത്യ അള്ളാഹുടെ മാത്രമായ അനുഗ്രഹപ്പെട്ടിട്ട് അവിടെ ദഅവ ചട്ടുവട്ടിക്ക് പ്രബോധനയുടെ ചട്ടുവട്ടിക്ക് സജീവമായിട്ട് ചാലനകളുണ്ട്. അള്ളാഹു തആല അത് ദായിമാക്കി തരക്ക് നിലനിർത്തുന്നത്. അതിന്റെ പ്രചാരത്തെ ഭാഗമായിട്ട് ദമാമിൽ ഒരു ഫംഗ്ഷൻ ഇട്ട് അവിടെ അള്ളാഹുടെ മാത്രമായ അനുഗ്രഹപ്പെട്ടിട്ട് പ്രസംഗിച്ച അതായത് പിന്നായിട്ട് ഇവിടെ മദീനത്ത് ആത്മാർ നമുക്ക് വിളിക്കോ. മദീനത്ത് നമ്മൾ കർണാടകത്തിൽ തന്നെ, അത് കേരളത്തിൽ തന്നെ. കർണാടകത്തോടെ മദീനാണ്, കേരളത്തിൽ തന്നെ. അവിടെ മർക്കസ് സഖാഫത്തി സുന്നിയുടെ മഹത്തായ സമ്മേളനം ജനുവരി 4, 5, 6 താരീഖിൽ നടന്നുകൊണ്ടുള്ളൂ. അതിന് ഞാൻ എത്തും ആയത്. കാരണം ഈ മർക്കസ് സമ്മേളനത്തിലായിട്ട് വിനീതായ നമുക്ക് സനത് കിട്ടുമോ. യൂസുഫ് സഖാഫി ഉസ്താദി എത്ര നല്ല സീനിയർ എത്രമാ 300 സനത് വന്നിട്ട് ഇവിടെ വന്നിട്ട് കേട്ടി അയച്ചോളൂ. അള്ളാഹു വർക്കത്ത് കൊടുക്കട്ടെ. അതേ ടൈമിൽ നമുക്ക് ഈ സമ്മേളനത്തിൽ സനത് കിട്ടുമോ, അതിന് എത്തും. അപ്പൊ ആ സമ്മേളനത്തെ പ്രചാരാർത്ഥം ഒരു മർക്കസ് ഡേ എന്നൊരു കാര്യക്രമം മദീനത്തിൽ ആക്കണം ഉസ്താദ്. അതുകൊണ്ട് അത് പ്രസംഗിക്കും നിങ്ങൾ പറഞ്ഞോട്ടുള്ള ചൊന്നുമില്ല. നിങ്ങൾക്ക് ഏതായാലും ഉള്ളാറല്ലേ ചെന്നിട്ട് വിളിച്ചപ്പ ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഒരു പാമ്പ് ಅದರ പൊത്തു എത്ര പത്തുണ്ടെങ്കിലും ಅದರ പൊത്തു കൊണ്ടു ചെന്നിട്ട് ഒരു നിരീക്ഷ പാമ്പ് എപ്പോഴും ഇട്ടില്ല. ഇതുപോലെ ഈമാനുള്ളവന്റെ കൽബ് മനസ്സ് എപ്പോഴും കൊതിക്കൂടെ അതൊന്നും മദീനത്തിൽ എത്തണോ. അപ്പ ആ കാര്യക്രമം ഇല്ല. നമുക്ക് ദമാമിനോട് ഇത്ര ദൂരം ഉണ്ട്, അത് ബറദാവില്ല എന്തെല്ലാം ചൊല്ലായില്ലേ. അള്ളാഹുടെ തൗഫീഖ് ദമാമിനെ ഫ്ലൈറ്റ് ആക്കിയിട്ട് നല്ല മദീനത്തിൽ കടത്തിയാൽ അത് വേറെ വിഷയം. അള്ളാഹു തആല ഖൈർ ബർക്കത്ത് ആക്കി കൊടുക്കട്ടെ. ചെന്നോണ്ട് വന്നു. അങ്ങനെ ആ മദീനത്തിൽ പോയി എത്തിയപ്പോ അവിടെ വലിയ ഫംഗ്ഷൻ, ഫാമിലി ഫംഗ്ഷൻ ആണ്. ഫാമിലി ആണുങ്ങൾ പെണ്ണുങ്ങൾ ഒട്ടി വെച്ചിട്ട് എല്ലാ വേറെ വേറെ പെണ്ണുങ്ങൾ വേറെ ആണുങ്ങൾ വേറെ എല്ലാം കുടുംബമായിട്ടുള്ളതായ ഒരു ടൈം ഉണ്ട്. അപ്പൊ ആ ഫംഗ്ഷനില് നന്നേ ചൊന്നാർ ഉസ്താദ് നിങ്ങൾ 1 ಗಂಟೆ ಟೈಮ್ ತನ್ನ ಈ 1 ಗಂಟೆ ಟೈಮು ಯಾರೆಂದು ಚಾಪ್ಟರ್ ಟಾಪಿಕ್ ಬರುತ್ತೀರಾ അവിടെ നിങ്ങൾ സ്പീച്ച് ആക്കണ ടോപ്പിക് ഒന്ന് മാത്രം. എന്താ വെച്ചെങ്കിൽ എന്താണ് മർക്കസ്, ആരാണ് കാന്തപുരം, ഈ വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടിരിക്കണം ഉസ്താദയുടെ സ്പീച്ച്. ഞങ്ങൾക്ക് ഉണ്ടാക്കത്തില്ലേ 2 വർഷം ഉസ്താദെ കാണുക ഭാഗ്യം കിട്ടിയിട്ട് മർക്കസിൽ പഠിക്കുക ഭാഗ്യം കിട്ടിയിട്ട് അങ്ങനത്തെ ആൾമാർ ഉസ്താദും നാനും സക്കാമിമാറും ബാക്കിയുള്ള ഉസ്താദന്മാരെല്ലാം മദനി ഉസ്താദിനെയും താജുലുള്ള മടക്കിയിൽ പഠിച്ച വലിയ ആൾമാർ. അങ്ങനെ നമുക്ക് അതിന്റെ ഉസ്താദിന്റെ ಬಗ್ಗೆ ചൊല്ലുക എത്ര നാവിന്റെ ഞാൻ അപ്പൊ വിളിച്ചു പോയി. നമുക്ക് 1 നാവല്ല 1000 നാവിന്റെ ആവശ്യം. കാരണം ഈ 1 നാവ് കൊണ്ട് ഉസ്താദിനെ ചൊല്ലിട്ട് തീർക്കും മെയ്യാവില്ല. അപ്പൊ ആവശ്യം അങ്ങനെ 1 ಗಂಟೆ ടൈം തന്നെങ്കിലും അള്ളാഹുടെ മാത്രമായ 2 ಗಂಟೆ സ്പീച്ച് ആക്കിയ ലെറ്റർ തന്നെ കണ്ടില്ലേ. ലാസ്റ്റ് ഞാൻ വരച്ച വേണ്ട ഇനിപ്പാട്ടെ ഏതായാലും ഡ്യൂട്ടിക്ക് പോകണമെന്നല്ലേ ഞാൻ ചൊന്നോട്ട് വന്നു. അങ്ങനെ അള്ളാഹുടെ മാത്രമായ അനുഗ്രഹം കൊണ്ടിട്ടു. ನಾನು ಆ ಫಂಕ್ಷನ್ ಮಾಡಿದ ಜನ ನಾನು ಮುನ್ನೋಳು ಆ ಉಸ್ತಾದ್ ನಿಲ್ಸಿದ್ದೆ. ಉಸ್ತಾದ್ ಹೊರತೆಡ್ಕೋ ಫಂಕ್ಷನ್ ಆಯ್ತು ನಾನು ನಿಲ್ಸಿದ್ದೆ ನಿಲ್ಕೊಂಡಿದ್ದೆ. ಆ ಉಸ್ತಾದ್ ಬಾರಿ ಸಂತೋಷ ಆಯ್ತು. ನಾನು ಚೊನ್ನೋಟ್ಟು ಬಂದು ಮದೀನದಲ್ಲಿ ಹಬೀಬ್ ಮುಹಮ್ಮದ್ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ತನ್ನ ಮುಟ್ಟത്തിൽ ഉസ്താദിന്റെ ಬಗ್ಗೆ ചൊല്ലുക, മർക്കസിൽ ചൊല്ലുക ಬಗ್ಗೆ ചൊല്ലുക തൗഫീഖ് തന്നത് നാ വലിയ എൻ്റെ ജീവിതത്തിൽ അള്ളാഹു നമുക്കാക്കി തന്ന വലിയ ഒരു സൗഭാഗ്യമായിട്ട് നാം കണക്കാക്കണേ. അള്ളാഹു അത് എൻ്റെ മക്കളിൽ നിന്നും അതുപോലെ സുന്നത്ത് ജമാഅത്തെ കാര്യാചരണ അങ്ങനെ എന്തെല്ലാം ആക്കിറമ അതെല്ലാം അള്ളാഹു നല്ല മക്കളിൽ നിന്ന് കബൂലാക്കിയിട്ട് ಅದಕ್ಕೆ ಅರ್ಹമായ ಸವಾಬು ಪ್ರತಿಫಲ ಜಸಾಹ್ ಅಲ್ಲಾಹು ನಮಗೂ ತನ್ನಕ್ಕೆ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ പറഞ്ഞിട്ട് ഇൻട്രഡക്ഷൻ ആയിട്ട് ദ്വാര കൊണ്ടില്ല തിർസത്തെ ചെന്നായിമാരെ. അങ്ങനെ ഞാൻ ദമാമിൽ ചെന്നുനെ എന്താ ചെന്നെങ്കിൽ ನನ್ನ സൗദി അറേബ്യത്തെ പര്യടനത്തിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ദമാം GKSS കൂടെ കണക്കിലുണ്ട്. അപ്പൊ അത് ഭാരി സന്തോഷമായിട്ട് ഏതായാലും റിയാദുള്ള സമാധാനം പാടുവാൻ ചെന്നിട്ടില്ല. ನನ್ನ ಈ ವರ್ಷದ ಸೌದಿಯ ಪರ್ಯಟನೆಯಲ್ಲಿ ಅಲ್ಲಾಹು ತೌಫೀಕ್ ಕೊಟ್ಟು ರಿಯಾದ್ ಐಟಿಗೂ ನನ್ನ ಈಗೊಂದು ಪ್ರಭಾಷಣದ ಸಮಾರೋಪ ಆದಳು. ಆ ಒಂದು ಸಂತೋಷ ಕೂಡಿ నేను రియాద్లో సున్నత్ జమాഅత్ కార్యకర్తమారి ನನ್ನ ಮನವರಿಕೆ ಆಗಿತ್ತು. ನನ್ನ ವಿಷಯಕ್ಕೆ ಬಂದೆ. GKSS ಗಲ್ಫ್ ಕರ್ನಾಟಕ ಸುನ್ನಿ ಫೋರಂ ಅದು ರಿಯಾದ್ ಘಟಕ ಸಂಘಟಿತ ಪರಿಪಾಡಿಯಾಗಿ ನನ್ನ ಹುಲ್ಲು. ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಆರೆಲ್ಲ
പരിശ്രമാക്കിടാണ് അത് എല്ലാ രൂപത്തിലും അല്ലാഹു കബൂലാക്കട്ടെ. ಅದರ ಬರಕತ್ ನನ್ನ ಲೈಫ್ಲು, ನನ್ನ ಹೆಂಗೈಮಾರ ಲೈಫ್ಲು, ಉಮ್ಮ ಬಾಪಮಾರ ಲೈಫ್ಲು, ನನ್ನ ಮಕ್ಕಳ ಲೈಫ್ಲು, ನನ್ನ ಅವದ್ರು ಎಲ್ಲಾ ಮೊತ್ತಲು ಅಲ್ಲಾಹು ತಾಲ ಬರಕತ್ ಖೈರು ಯಾರ ಆಗಿ ತರಟಿ ಆಮೀನ್ ಸೊನ್ನಟು ದುಆ ಮಾಡ್ತು ಯಾರೆಂದು ಚೊಲ್ಲ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ஒரு ಗಂಟೆಗಳ ಒರಿಯ ವಿಷಯ ಸೊನ್ನಟು ನನ್ನ ಸ್ಪೀಚ್ ನಿಪಾಟ್ರೆ. ಪರಿಶುದ್ಧ ಇಸ್ಲಾಂ അല്ലാഹു തആല നമുക്ക് തന്ന വലിയ നിഅമത്തായിട്ട് ഞങ്ങൾ മുസ്ലിമീനെ ആക്കിയ സൊന്നട്ടു. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ മുക്ക സ്വീകാരമായ ദീൻ അത് പരിശുദ്ധ ഇസ്ലാം മാത്ര. അതുകൊണ്ട് ഗൈറൽ ഇസ്ലാമി ദീനൻ ഒത്ത ദീൻ വിട്ടിട്ടു ഇസ്ലാം അല്ലാത്ത ഒരു ദീനോ ദീനായിട്ട് അനുകരണ ആക്കിയിട്ട് അംഗീകാരം ആക്കിയെങ്കിൽ പല യുക്തമല മിൻഹു ആ ഒരു ദീനിൽ നിന്നിട്ട് അവൻ എത്ര നല്ല സമാക്കട്ട് അത് അല്ലാഹുവിന് വേണ്ട. പിന്നെ നാളെ റബ്ബുടെ കോർട്ടിൽ വരുമ്പോ അവന് സോത്തുപോയ ലിസ്റ്റിൽ ആയിപ്പോണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊല്ല. അതുകൊണ്ടിട്ടു ഉടനെ നിങ്ങൾക്കൊന്ന് അനുഭവിക്കാൻ ഞങ്ങളുടെ റായത്തിൽ എത്രമാ മത്തനെങ്കിൽ അമുസ്ലിമീങ്ങൾ. കാരണം ഇപ്പൊ മത്തനെങ്കിൽ ഫലപ്രദമാവുള്ളൂ. അതുകൊണ്ട് മത്തനെ വ്യക്തമാക്കി തന്നു. അപ്പൊ അമുസ്ലിമീങ്ങൾ ഞങ്ങളുടെ പള്ളിക്ക് സംഭാവന തന്നില്ല. ആ പൂജാരി നോമ്പർ ಮಾಡಿದ್ದು ಈ പൂജാരി പള്ളി ಇದ್ರೆ ಫ್ಯಾನ್ ತಂತು അങ്ങനെയുള്ള ചൊല്ലൊന്നുമില്ല. അതേ ടൈമിലും ആ പൂജാരി ഇസ്ലാമിന്റെ പുറത്തുള്ളത് കൊണ്ട് ആ ദീനിൽ നിന്നിട്ട് ആ പൂജാരി എത്ര സംഭാവന വന്നു ലൗകിക ജീവനത്തിൽ എന്തെങ്കിലും നിയമത്തിൽ ആയി പോകുന്നതല്ലാതെ ആഖിറത്തിൽ അതുകൊണ്ട് പ്രത്യേക നേട്ടമില്ല. ആഖിറത്തിൽ കൂലി കിട്ടണം, മുസ്ലിമായിട്ട് കാര്യാചരണ ആക്കണം. അല്ലാഹു തആല നമുക്ക് മുസ്ലിം ആവുള്ള ഭാഗ്യ തന്ന അല്ലാഹു തആല മരിക്കുന്ന ടൈമിലും ഈമാൻ കൊണ്ട് സലാമത്ത് ആവുന്ന നല്ല ആൾമാരുടെ ലിസ്റ്റിൽ അല്ലാഹു ആക്കി തരട്ടെ. ആമീൻ. ആ പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശ ആ ഇസ്ലാം അത് എന്തോന്നുകൊണ്ട് പടിപ്പാട്ടവും അല്ലാഹു തആല കടത്തിയ ഒരു വിഭാഗമായിട്ട് കിടാറ് നബിമാര് അതല്ലെങ്കിൽ പ്രവാചകന്മാര് മുർസലിങ്ങൾ. ആ മുർസലിങ്ങളോ ലാസ്റ്റ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന മനമുട്ട ಬಂದು ಇಸ್ಲಾಮದ ಸಂದೇಶ ಇಸ್ಲಾಂ ಸೊನ್ನೆ ಎಂದೋ ಇಸ್ಲಾಮದ ನೈಜ ಆದರ್ಶ ತತ್ವ ಅಡಿಪಾಯ ಅದು ಎಂದೋ ಸೊನ್ನಟ್ಟು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ತನ್ನ ನನ್ನದು ಚೊಲ್ಲುದಂತೆ ಅವರು ಚೊಲ್ಲದಂತೆ ಮನುಷ್ಯಮಾರ್ಗ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಚೊಲ್ಲುದಂತೆ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നെ ഇനി ഒരു നബി വരില്ല, ഒരു പ്രൊഫറ്റ് വരില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ലാ നബിയ ബഅദി, നന്റെ പിന്നെ ഒരു നബി വരില്ല. ലൗ കാന ബഅദി നബിയുൻ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നന്റെ പിന്നെ ഒരു നബി